വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം ആണ് നമ്മളെ വിടുവിക്കുന്നത്. വചന വെളിപ്പാടുകൾ ആ വലിയ തിരക്കിനകത്ത് ഒന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് വിടുതൽ എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ ഒരു കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പരാതിപ്പെടുന്നവരാ. ദൈവത്തിൻ്റെ വചനമെല്ലാം അതിൻ്റെ ക്രമമാണ്, ഓർഡറാണ്. അത് നമ്മൾ അതനുസരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1 വരുമ്പോൾ ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിക്കണേ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി, വെളിച്ചം നല്ലതെന്ന് കണ്ടു. അപ്പം ഇതിൽ നിന്ന് ഒരു വെളിപ്പാട് സ്വർഗത്തിലെ ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. അവിടെ നമുക്ക് മനസ്സിലാക്കുക 3 പേരുടെ പ്രവൃത്തി അവിടെ കാണുന്നുണ്ട്. തൃത്വം, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. ഒന്ന്, ശൂന്യമായ പ്രതലത്തിൻ്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൽപ്പിക്കുന്ന ഒരു ദൈവം, ആ കൽപ്പിക്കുന്ന വചനമാകുന്ന യേശു കർത്താവ്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു വിടട്ടെ. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുട്ടോ അതിനെ പിടിച്ചടക്കിയില്ല. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന ഡാർക്ക്നെസ് ഷാൽ നോട്ട് ബി കോംപ്രിഹെൻഡ്, അത് പിടിച്ചെടുക്കാൻ ആ ഇരുട്ടിന് കഴിഞ്ഞില്ല. അപ്പം അതേ വചനം. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വിഷയത്തെ, പ്രത്യേകിച്ച് നിങ്ങളൊരു വിഷയവുമായി നിങ്ങൾക്കൊരു പ്രത്യേക വിടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ആ വിഷയം, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. നിങ്ങൾ പഠിപ്പിക്കുന്ന പോലെ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചേരുക എന്തെന്ന് പൗലോസ് പറഞ്ഞ പോലെ, നമ്മൾ ഇപ്പോൾ ഒരു സൗഖ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആ സൗഖ്യവുമായി വേദപുസ്തകവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കണം. സൗഖ്യമാക്കുന്നൊരു ദൈവത്തെ നിങ്ങൾ അറിയണം. ഈ ദൈവം ആരെയൊക്കെ സൗഖ്യമാക്കിയെന്നുണ്ട്. ഒരിക്കൽ സ്മിത്ത് വിൽസ് എന്ന് പറഞ്ഞ ദൈവദാസനെടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ രോഗിയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞെന്തറിയോ, നമ്മുടെ ദിവസന്മാരന്ന് പെട്ടെന്ന് റെഡി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നീ പോയി പുതിയ നിയമത്തിലെ അത്ഭുതങ്ങൾ മുഴുവൻ നീ ധ്യാനിക്കുക, നിന്റെ ഹൃദയം നിറച്ചിട്ട് നീ കടന്നു പോകാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം അനുസരിക്കുന്ന ഒരു ആളായതുകൊണ്ട് അദ്ദേഹം പോയി. പിന്നെ അദ്ദേഹം വന്നു, ഒന്നും ചോദിച്ചില്ല, ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ വചനം നിന്റെ ഹൃദയം നിറഞ്ഞോ? യേസ് എന്ന് പറഞ്ഞു. നീ സൗഖ്യമായിരിക്കുന്നു. അദ്ദേഹം ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ സൗഖ്യമായി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വചനത്തെക്കുറിച്ച് ഇപ്പം നിങ്ങൾ സൗഖ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ, ഇങ്ങനെ രക്തസ്രവമുള്ള സ്ത്രീയെ, നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന, അല്ലെങ്കിൽ യായിറോസിൻ്റെ മകളെ, അല്ലെങ്കിൽ ഉളക്കരെ കടന്നവനെ സൗഖ്യമാക്കുന്നത്, നിങ്ങളിങ്ങനെ സൗഖ്യത്തിൻ്റെ വചനവുമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടായിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഐ ആം ഹീൽഡ്, ഞാൻ സൗഖ്യമായിരിക്കുമെന്ന് പറയുമ്പോൾ 3 തലം അവിടെ വെളിപ്പെടുകയാണ്. ഒന്ന്, ദൈവമാകുന്ന ദൈവം പറഞ്ഞ വാക്കുപോലെ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ എൻ്റെ നാവ് പോലെ ഇരിക്കുമെന്ന് പറയുന്ന അതേ ദൈവത്തിൻ്റെ നാവ് നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ നാവ്? ഞാൻ അയച്ച വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. നമ്മൾ ആ വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട അതേ വചനം നമ്മൾ പറയുകയാണ്, അതേ അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുമെന്ന് പറയുമ്പോൾ, ആ വചനമാകുന്ന യേശു ക്രിസ്തു, ആ വചനം നിവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സൂര്യനെ നാം കാണുമ്പോൾ വെളിച്ചമാണ്, അത് യേശു ക്രിസ്തുവാണ്. മീൻസ് സൂര്യനെന്നല്ല, അതൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ ചൂട് പരിശുദ്ധാത്മാവാണ്. ആ ഷേപ്പ് കാണുന്ന ആകൃതിയാണ് ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവം എന്ന് പറയുന്ന ദൈവത്തെ പ്രദർശിപ്പിക്കുന്ന വെളിച്ചം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, അത് യേശു ക്രിസ്തുവാണ്. അതാ എന്നെ കണ്ടവൻ. ഫിലിപ്പോസേ, നീ എന്തിനാ ചോദിക്കുന്നേ? എന്നെ കണ്ടവൻ, ഹി ഹു ഹാസ് സീൻ മീ ഹാസ് സീൻ മൈ ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതേ വചനമാകുന്ന യേശു, ആ വചനവും ആ പരിശുദ്ധാത്മാവാണ് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് നിവർത്തിക്കുന്നത്. വെയിലത്ത് നമ്മൾ നിൽക്കുമ്പോൾ വെളിച്ചം മാത്രമല്ല, ചൂട് ഫീൽ ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവിലാണ് നാം അറിയുന്നത്. അപ്പം പിതാപുത്ര പരിശുദ്ധാത്മാവിന് ധാരാളം പ്രാധാന്യമുണ്ട്.
ഒരാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. വചനമാകുന്ന ക്രിസ്തു, ആ വചനം, അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. ആ വചനമാണ് ക്രിയ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ആ രോഗാവസ്ഥയിരിക്കുന്നവര് ആ വചനം ധ്യാനിച്ചിട്ട് പറയണം, ഞാൻ സൗഖ്യമായിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വചനം ക്രിയ ചെയ്യും. എങ്ങനെ? പാഴും ശൂന്യവുമായിരുന്നിടത്ത് പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് അയച്ച വചനം യേശു ക്രിസ്തുവാണ് വചനം. അത് വായിൽ നിന്ന് പുറപ്പെടുത്തിയത് ദൈവമാണെങ്കിൽ അതേ വചനം നമ്മൾ കൽപ്പിക്കുമ്പോൾ അത് നിവർത്തിക്കണം. ആ വചനം നമ്മുടെ വായിലെടുത്ത് നമ്മൾ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ അതാണ് ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലപ്രദമായി വിളയിക്കും പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമാണ് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. ആ വചനം നമ്മൾ അയക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി വെളിപ്പെടും. മനസ്സിലായല്ലോ? ആ പാഴ്ശൂന്യവുമായിരുന്ന ഭൂമിയിൽ ആ പരിശുദ്ധാത്മ പ്രവർത്തനം ഇന്നും നമ്മുടെ വചനം നിവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായബുദ്ധിയെക്കുറിച്ച് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവ് നിവർത്തിക്കും. ആ വചനം എപ്പോഴൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവാത്മാവാണ് എൻ്റെ ഡയറക്ഷൻ. ദൂതന്മാർ പോയി നിവർത്തിക്കും. ശതാധിപൻ പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഐ എം നോട്ട് വർത്തി ദാറ്റ് യു മേ കം അണ്ടർ മൈ റൂഫ്. എൻ്റെ വീടിനവിടെ നീ അകത്ത് വരുന്നത് ഞാൻ യോഗ്യനല്ല. പക്ഷേ അവൻ പറഞ്ഞു, ഒരു വചനം നീ അയച്ചാൽ മതി. ഇന്ന് ഈ വചനത്തിലെ വെളിപ്പാട് ഞാൻ അതാണ് പറഞ്ഞു. വെളിച്ചമുണ്ടാവും, ലെറ്റ് ദെയർ ബി ലൈറ്റ്. വെളിച്ചമുണ്ടായിട്ട് എന്ന് പറഞ്ഞു, വെളിച്ചമുണ്ടായി. ആ വെള്ളത്തിലെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നിവർത്തിക്കുമ്പോൾ ആ വചനമാകുന്ന യേശു. അപ്പോൾ വചനവും ആത്മാവും ചേർന്ന്, അതാ യേശു പറഞ്ഞേ, ഞാൻ നിങ്ങളോട് സംസാരിച്ച ദ വേർഡ് വിച്ച് ഐ സ്പോക്കൺ ടു യു, ദാറ്റ് ഇസ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്. ജീവനും ആത്മാവുമാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും അവസ്ഥയിൽ നിൽക്കുന്നവർ ഈ വചന വെളിപ്പാടിൽ, ഈ വചന തത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കടഭാരത്തിലാണോ? നിങ്ങളെ ആ വിധവ എലിശയെടുക്ക ചെന്നതും നിന്റെ കലത്തിലെ മാവ് എണ്ണ കുറഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞ ആ വചന വെളിപ്പാടിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ, വിശ്വാസത്തോടെ നിങ്ങൾ ധ്യാനിച്ചിട്ട് അത് എൻ്റെ കടഭാരം മാറിയിരിക്കുന്നു, അത് എനിക്കൊരു വഴി ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ പറയും. വിശ്വാസത്തോടെ പറയുമ്പോൾ ദൂതന്മാർ ചലിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അത് നിവർത്തിക്കുകയാണ്. അതാണ് എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ വചനത്തിൻ്റെ ഒരു ഓർഡർ നിങ്ങൾ ജീവിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനം നിലനിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരായി. കർത്താവ് ചെയ്തപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ദൈവം നമ്മുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ, നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ ഇതെങ്ങനെ ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ബൈ ലോർഡ്സ് ഡൂയിങ് മാർവൽ അമംഗ് മെൻ. ഇതെങ്ങനെ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു. മറ്റുള്ള അത്ഭുതപ്പെടും. അവനിൽ എന്തൊക്കെയോ ഉണ്ട്, അവനെന്തോ പ്രത്യേകത ഉണ്ട്. സാധാരണ ഒരു വ്യക്തിയല്ല. അതിന് നമ്മൾ ഒത്തിരി, ഞാൻ വലിയ ആളാണ്, നമ്മളൊന്നും പറയണ്ട. ആ വചനത്തിലൂടെ ദൈവം അവൻ്റെ പ്രവൃത്തിയെ കാണാൻ നമ്മൾ ജീവിക്കുന്നത് പുതിയ സൃഷ്ടിയായി ദൈവവചനം ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് വചനത്തിൽ നാം ജീവിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മറന്നപോലെ ശൂന്യവും പാഴുമായിരുന്ന ഭൂമിയിൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ആദ്യം മുതലുണ്ടായിരുന്ന ആത്മാവ് അത് നിവർത്തിക്കും. വിശ്വാസത്തോടെ ചില മണ്ഡലങ്ങളിൽ കൽപ്പിച്ചു. ആ ആത്മമണ്ഡലത്തെ നമ്മൾ കൽപ്പിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ദൈവത്തോട് കൽപ്പിക്കുകയല്ല. ദൈവത്തോട് കൽപ്പിക്കാൻ മനുഷ്യന് അനുവാദമില്ല. നമ്മുടെ സാഹചര്യങ്ങളോട്, ആ ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിന്ന് പറഞ്ഞ പോലെ സാഹചര്യത്തോട് ദൈവവചനം പറയുമ്പോൾ, ആമേൻ, തുറക്കാത്ത വാതിലുകളോട് നമ്മൾ പറയുവാണ്, തുറന്നു വരിക യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി വെളിപ്പെടും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. അത്ഭുതങ്ങൾ കാണട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.